ദൈവം പോലും വെറുത്ത, അല്ലെങ്കിൽ ഈ ഭൂമുഖത്തു നിന്നും തന്നെ മായ്ച്ചു കളയണമെന്ന് ദൈവം ആഗ്രഹിച്ച അത്രയും തിന്മ നിറഞ്ഞ ഒരാളെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? ആ വ്യക്തിയാണ് അമലേക്ക്. ബൈബിളിലുടനീളം നമ്മൾ കാണുന്ന ഒരിക്കലും ഒഴിഞ്ഞു പോകാത്ത ഒരു ശത്രുവാണിവൻ. തൻ്റെ അസ്തിത്വം തന്നെ ഇല്ലാതാക്കാൻ സാക്ഷാൽ ദൈവം കൽപ്പിച്ച ഒരുവൻ. ശൗൽ രാജാവിൻ്റെ കാലത്ത് അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചു. പരാജയപ്പെട്ടതു മുതൽ ദാവീദ് രാജാവ് അവരുടെ ശേഷിപ്പുകളോട് യുദ്ധം ചെയ്തതും, എന്തിന് എസ്തേർ രാജ്ഞിയുടെ കാലത്ത് അമലേക്കിന്റെ പിൻഗാമിയായ ഹാമാൻ യഹൂദ ജനതയെ ഒന്നടങ്കം നശിപ്പിക്കാൻ ശ്രമിച്ചതും വളരെ ചരിത്രം നീണ്ടുകിടക്കുന്നു. മരിക്കാൻ കൂട്ടാത്ത ഒരു ശാപം പോലെയാണ് അമലേക്ക്. എന്തിനാണ് ദൈവം ഈ ശത്രുവിനെ മാറ്റമില്ലാത്തവനായി അല്ലെങ്കിൽ വീണ്ടെടുപ്പ് സാധ്യമല്ലാത്തവനായി പ്രഖ്യാപിച്ചത്? അതറിയണമെങ്കിൽ നമ്മൾ പുതിയൊരു ലോകത്തിൻ്റെ ഉദയത്തിലേക്കും ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്കും പോകണം. മഹാപ്രളയം കഴിഞ്ഞ സമയം വെള്ളം ഇറങ്ങി ഭൂമി വീണ്ടും ശ്വാസം വിട്ടു തുടങ്ങിയിരിക്കുന്നു. തിന്മ നിറഞ്ഞ ഒരു ലോകത്തിൻ്റെ അവസാനത്തിനു ശേഷം ആ പെട്ടകത്തിൽ നിന്നും നോഹയും കുടുംബവും പുറത്തിറങ്ങി. ശുദ്ധമായ വായുവിൽ ദൈവത്തിൻ്റെ ശബ്ദം മുഴങ്ങി, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ. അതൊരു വിശുദ്ധ കൽപ്പനയായിരുന്നു. നാശത്തിനു ശേഷമുള്ള ജീവന്റെ വാഗ്ദത്തം മനുഷ്യരാശിക്ക് ലഭിച്ച രണ്ടാം അവസരവും കൂടിയായിരുന്നു. എന്നാൽ ലോകം ഉണങ്ങിവരവേ തന്നെ പുതിയൊരു നിഴൽ രൂപപ്പെടുന്നുണ്ടായിരുന്നു. ഈ പുതിയ തുടക്കത്തിന്റെ ഉള്ളിൽ തന്നെ ഒരു ഇരുട്ട് നെയ്തെടുക്കപ്പെടുന്നുണ്ടായിരുന്നു. അതിജീവിച്ചവരുടെ രക്തത്തിൽ ധിക്കാരത്തിന്റെയും കലാപത്തിന്റെയും ഒരു വിത്ത്. ഇസഹാക്കിന്റെ മക്കളായ യാക്കോബിന്റെയും യേശാവിന്റെയും കഥ നിങ്ങൾക്കറിയാമല്ലോ. ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി സ്വന്തം ജന്മാവകാശം വിറ്റുകളഞ്ഞ യേശാവ്. അവന്റെ മകനായ എലിഫാസിന് തിമ്ന എന്ന ഉപപത്നിയിൽ ജനിച്ച മകനാണ് ചരിത്രത്തിൽ മാറ്റൊലികൊള്ളുന്ന ആ പേര് അമലേക്ക്. അമലേക്ക് വെറുമൊരു പേരക്കുട്ടിയായിരുന്നില്ല, കൈപ്പേറിയ ഒരു പാരമ്പര്യത്തിലേക്കാണ് അവൻ ജനിച്ചു വീണത്. യാക്കോബിനോട് യേശാവിനുണ്ടായിരുന്ന പക, തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു ശാപം, തലമുറകളോളം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിന് തിരികൊളുത്താൻ പാകത്തിലുള്ള ആഴമേറിയ വെറുപ്പും അവനുണ്ടായിരുന്നു. പൂർണ്ണമായി നശിപ്പിക്കപ്പെടാൻ വിധിക്കപ്പെട്ട ഒരേ ഒരു ജനതയെ അമലേക്ക് മാറിയത് അതുകൊണ്ടാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അമലേക്കിനെ ഇല്ലാതാക്കാൻ ദൈവം ആഗ്രഹിക്കാൻ മാത്രം എന്താണ് അവൻ ചെയ്തത്? മരിക്കാൻ കൂട്ടാക്കാത്ത ആ ശാപത്തിൻ്റെയും നിത്യശത്രുവിൻ്റെയും കഥയാണിത്. അമലേക്കിൻ്റെ കഥ അവനിൽ നിന്നല്ല തുടങ്ങുന്നത്, അത് അവൻ്റെ മുത്തച്ഛനായ യേശാവിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇരട്ട സഹോദരന്മാരായിരുന്നെങ്കിലും യേശാവും യാക്കോബും രണ്ട് ധ്രുവങ്ങളിലായിരുന്നു. ഒരാൾ എടുത്തുചാട്ടക്കാരനും മറ്റൊരാൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്നവനും. ഒരാൾ വേട്ടക്കാരൻ, മറ്റൊരാൾ ശാന്തനായ ഇടയൻ. വേട്ടയാടി ക്ഷീണിച്ച് അവശനായി വന്ന യേശാവ് ഒരു കോപ്പ പായസത്തിനു വേണ്ടി തൻ്റെ ജന്മാവകാശം വിറ്റുകളഞ്ഞ ആ നിമിഷം ചരിത്രം ഇരുളടഞ്ഞ ഒന്നായി മാറി. അത് വെറുമൊരു ഭക്ഷണമായിരുന്നില്ല, അത് അവൻ്റെ ഭാവിയായിരുന്നു, ദൈവിക അനുഗ്രഹമായിരുന്നു. യാക്കോബ് ആ അനുഗ്രഹം സ്വന്തമാക്കി. യേശാവിന് ബാക്കിയായത് കുറ്റബോധവും ഉള്ളിൽ എരിയുന്ന പകയും മാത്രം. അവൻ യാക്കോബിനെ കൊല്ലാൻ തീരുമാനിച്ചു. പിന്നീട് സഹോദരങ്ങൾ തമ്മിൽ രമ്യതയായെങ്കിലും ആ കയ്പ് മാറിയില്ല. യേശാവിൻ്റെ പിൻഗാമികളിൽ അത് വളർന്നുകൊണ്ടിരുന്നു. അങ്ങനെയാണ് അമലേക്ക് എന്ന പകയുടെ രൂപം ജനിക്കുന്നത്. ജനനം മുതൽ അവൻ വ്യത്യസ്തനായിരുന്നു. അവൻ ഗോത്രത്തിലെ വെറുമൊരു കുട്ടിയായിരുന്നില്ല. യേശാവിൽ നിന്നും പകർന്നു കിട്ടിയ പ്രതികാരത്തിൻ്റെ ആത്മാവ് അവനിലുണ്ടായിരുന്നു. അമലേക്കിന്റെ ജനത ക്രൂരരും കരുണയില്ലാത്തവരുമായ ഒരു ഗോത്രമായി വളർന്നു. അവർ നാടോടികളായിരുന്നു, വന്യരും ആക്രമകാരികളും. അതിജീവനം മാത്രമായിരുന്നു അവരുടെ നിയമം. പക്ഷേ യാക്കോബിന്റെ പിൻഗാമികളായ ഇസ്രായേലിനോടുള്ള അവരുടെ വെറുപ്പ് വെറുമൊരു കുടുംബ വഴക്കായിരുന്നില്ല, അതൊരു ദൗത്യമായിരുന്നു. ഇസ്രായേലിനെ നശിപ്പിക്കുക എന്നത് യാക്കോബ് തട്ടിയെടുത്ത അനുഗ്രഹം തിരിച്ചുപിടിക്കുന്നതിന് തുല്യമായി അവർ കണ്ടു. ഇവർ തമ്മിലുള്ള ആദ്യത്തെ വലിയ ഏറ്റുമുട്ടൽ നടക്കുന്നത് റഫീദീമിൽ വെച്ചാണ്. ഇസ്രായേൽ ജനത ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന സമയം അവർ ക്ഷീണിതരും ദാഹിച്ചവരും ദുർബലരുമായിരുന്നു. അമലേക്ക് അവരെ നേരിട്ട് ആക്രമിച്ചില്ല, പകരം ഏറ്റവും ഭീരുക്കളെപ്പോലെ അവർ പിന്നിൽ നിന്നും ആക്രമിച്ചു. തളർന്ന അവശരായി ഏറ്റവും പിന്നിൽ നടന്നവരെ അവർ കൊന്നൊടുക്കി. അതൊരു യുദ്ധമായിരുന്നില്ല, അതൊരു പതിയിരുന്ന ആക്രമണമായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടി വരുന്ന ഒരു ജനതയുടെ മനോവീര്യം തകർക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ ഇസ്രായേൽ തിരിച്ചടിച്ചു. മോശ മലമുകളിൽ കയറി തൻ്റെ കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു. അദ്ദേഹത്തിൻ്റെ കൈകൾ ഉയർന്നിരിക്കുമ്പോഴെല്ലാം ഇസ്രായേൽ ജയിച്ചു. കൈകൾ താഴുമ്പോൾ അമലേക്ക് ജയിച്ചു. ഒടുവിൽ അഹോരനും ഹൂരും ചേർന്ന് മോശയുടെ കൈകൾ താങ്ങി നിർത്തി. അന്ന് ഇസ്രായേൽ അമലേക്കിനെ തോൽപ്പിച്ചു. പക്ഷേ അതൊരു പൂർണ്ണ വിജയമായിരുന്നില്ല. അമലേക്കിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിധി വ്യക്തമായിരുന്നു. ഞാൻ അമലേക്കിന്റെ ഓർമ്മയെ ആകാശത്തിന് കീഴിൽ നിന്നും മായ്ച്ചു കളയും. അത് വെറുമൊരു ശിക്ഷയല്ല, വംശനാശത്തിനുള്ള കൽപ്പനയായിരുന്നു. കാരണം അമലേക്ക് ആക്രമിച്ചത് ഇസ്രായേലിനെ മാത്രമല്ല, ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെയാണ്. അവർ ദൈവിക പദ്ധതിയെ തന്നെയാണ് വെല്ലുവിളിച്ചത്.
ആ നിമിഷം മുതൽ അമലേക്ക് വെറുമൊരു ഗോത്രമല്ല, ദൈവത്തിനെതിരെയുള്ള കലാപത്തിന്റെയും വെറുപ്പിന്റെയും പ്രതീകമായി മാറി. എന്നാൽ ചരിത്രം തെളിയിക്കുന്നത് പോലെ അമലേക്കിനെ ഇല്ലാതാക്കുക എന്നത് വിചാരിച്ചത്ര എളുപ്പമായിരുന്നില്ല. റഫീദീമിലെ തോൽവിക്ക് ശേഷം അവർ വീണ്ടും സംഘടിച്ചു. ഇസ്രായേലിനെ വേട്ടയാടുന്ന ഒരു നിഴലായി അവർ തുടർന്നു. ഇസ്രായേൽ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോഴെല്ലാം ദുർബലരെ ലക്ഷ്യമിട്ട് അമലേക്ക് പതിയിരുന്ന് ആക്രമിച്ചു. തലമുറകൾ കഴിഞ്ഞിട്ടും അവരുടെ പക അടങ്ങിയില്ല. ശൗൽ ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായിരുന്നപ്പോൾ ശമൂവേൽ പ്രവാചകൻ മുഖാന്തരം ദൈവം വ്യക്തമായൊരു കൽപ്പന നൽകി. നീ പോയി അമലേക്കിനെ ആക്രമിക്കുക, അവർക്കുള്ളതൊക്കെയും നശിപ്പിക്കുക, അവരോട് കരുണ കാണിക്കരുത്. ഇതൊരു സൈനിക ഉത്തരവായിരുന്നില്ല, ദൈവിക നീതിയായിരുന്നു. അമലേക്ക് അതിരു കടന്നിരുന്നു. പക്ഷേ ശൗൽ മടിച്ചു. അവൻ അമലേക്കിനെ തോൽപ്പിച്ചു. പക്ഷേ അവരുടെ രാജാവായ ആഗാഗിനെ അവൻ ജീവനോടെ വെച്ചു. ബലി അർപ്പിക്കാനെന്ന വ്യാജേന കൊഴുത്ത മൃഗങ്ങളെയും അവൻ മാറ്റി നിർത്തി. ശമൂവേൽ പ്രവാചകൻ വന്നപ്പോൾ കോപിഷ്ഠനായി ചോദിച്ചു, ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നതിനേക്കാൾ പ്രസാദം യാഗങ്ങളിലുണ്ടോ? ശൗലിന്റെ അനുസരണക്കേട് അവന്റെ പതനത്തിന് കാരണമായി. ശമൂവേൽ ആഗാഗിനെ വെട്ടിക്കൊന്നെങ്കിലും നാശം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ശൗലിന്റെ പരാജയത്തിലൂടെ അമലേക്കിന്റെ വംശപരമ്പര രക്ഷപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷം ദാവീദ് രാജാവായപ്പോൾ അമലേക്ക് സിക്ലാഗ് ആക്രമിച്ചു. സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചുകൊണ്ടുപോയി. ദാവീദ് അവരെ പിന്തുടർന്ന് തോൽപ്പിച്ചെങ്കിലും അവിടെയും ചിലർ രക്ഷപ്പെട്ടു. എത്ര വെട്ടിയാലും വീണ്ടും മുളയ്ക്കുന്നൊരു വിഷച്ചെടി പോലെ അമലേക്ക് വീണ്ടും വീണ്ടും പൊന്തി വന്നു. നൂറ്റാണ്ടുകൾ കടന്നുപോയി. ഇസ്രായേൽ മക്കൾ ബാബിലോണിൽ പ്രവാസികളായി പോയി. ഒടുവിൽ അവർ പേർഷ്യയിലെത്തിയപ്പോൾ അവിടെ അമലേക്കിന്റെ നിഴൽ പ്രത്യക്ഷപ്പെട്ടു. എസ്തേറിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഹാമാൻ ഒരു അഗാഗ്യനാണ്, അമലേക്കിന്റെ പിൻഗാമി. യഹൂദന്മാരെ ഒന്നടക്കം കൊന്നൊടുക്കാൻ അവൻ പദ്ധതിയിട്ടു. എന്നാൽ എസ്തേർ രാജ്ഞിയുടെയും മൊർദെഖായുടെയും ധീരതയിലൂടെ ആ പദ്ധതി പരാജയപ്പെട്ടു. മൊർദെഖായ്ക്ക് വേണ്ടി ഒരുക്കിയ കഴുമരത്തിൽ ഹാമാൻ തന്നെ തൂക്കിലേക്കപ്പെട്ടു. വീണ്ടും അമലേക്കിന്റെ വംശത്തിന് പ്രഹരമിട്ടു. എന്നാൽ ആ വിജയത്തിന് ശേഷവും ചോദ്യം ബാക്കിയാണ്. അമലേക്ക് എന്ന ശാപം ശരിക്കും അവസാനിച്ചോ? അവരെ ഇല്ലാതാക്കാൻ എത്ര ശ്രമിച്ചിട്ടും അമലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരുന്നു. ഇസ്രായേൽ എപ്പോഴൊക്കെ സമാധാനം കണ്ടെത്തിയോ അപ്പോഴൊക്കെ നിഴലുകളിൽ നിന്നും അമലേക്ക് ഉയർന്നു വന്നു. എന്താണ് ഈ ശത്രുവിനെ ഇത്രയും ശക്തമായി നിലനിർത്തുന്നത്? അവരുടെ ജനത ഇല്ലാതായിട്ടും അമലേക്കിന്റെ ആത്മാവ് എങ്ങനെ ജീവിച്ചിരിക്കുന്നു? അതിനുള്ള ഉത്തരം കണ്ടെത്താൻ നമ്മൾ ആഴങ്ങളിലേക്ക് നോക്കണം. അമലേക്ക് വെറുമൊരു ഗോത്രമല്ല, അതൊരു ശക്തിയാണ്. ദൈവിക ക്രമത്തിനെതിരെയുള്ള കലാപത്തിന്റെ പ്രതീകമാണിത്. ഇസ്രായേലിന്റെ മറ്റു ശത്രുക്കൾ വന്നുപോയി. പക്ഷേ അമലേക്കിന്റെ പക വ്യത്യസ്തമായിരുന്നു. അത് ഇസ്രായേലിന്റെ ഉദ്ദേശത്തെയും വിധിയെയും മായ്ച്ചു കളയാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വിധി അത്ര കടുപ്പമേറിയതായത്. സംശയത്തിന്റെയും നിഷേധത്തിന്റെയും ആത്മീയ ധിക്കാരത്തിന്റെയും ആൾരൂപമാണ് അമലേക്ക്. അതിന്റെ ഒരു ചെറിയ വംശം പോലും ബാക്കി വെക്കുന്നത് വീണ്ടും അത് വളരാൻ കാരണമാകും. യഹൂദ പാരമ്പര്യത്തിൽ അമലേക്ക് ചരിത്രത്തിന് അതീതമാണ്. വിശ്വാസത്തെയും ലക്ഷ്യത്തെയും ചോദ്യം ചെയ്യുന്ന ശക്തികൾക്കെതിരെയുള്ള നിത്യമായ പോരാട്ടമാണിത്. എല്ലാ വർഷവും അമലേക്ക് ചെയ്തത് ഓർമ്മിക്കാൻ യഹൂദർ കൽപ്പിക്കപ്പെടുന്നു. ഉള്ളിലുള്ള ആ ശത്രുവിനെ നേരിടാനുള്ള ആഹ്വാനമാണിത്. ഹാമാൻ പരാജയപ്പെട്ടെങ്കിലും അമലേക്കിന്റെ നിഴൽ ഇന്നും പല രൂപങ്ങളിൽ ഉയരുന്നുണ്ട്. കാരണമില്ലാത്ത വെറുപ്പും തിന്മയ്ക്ക് വേണ്ടിയുള്ള തിന്മയും എവിടെയൊക്കെ തലപൊക്കുന്നുവോ അവിടെയെല്ലാം അമലേക്കിന്റെ മുദ്രയുണ്ട്. അതുകൊണ്ടാണ് അമലേക്കെതിരെയുള്ള യുദ്ധം ഒരിക്കലും അവസാനിക്കാത്തത്. അതൊരു ചരിത്ര യുദ്ധമല്ല, അത് ആത്മാവിന് വേണ്ടിയുള്ള യുദ്ധമാണ്. തിന്മയെ തിരിച്ചറിയാനും അതിനെ നേരിടാനും അത് വേര് പിടിക്കുന്നത് തടയാനുമുള്ള പോരാട്ടം. ഒരു പേര് മായ്ച്ചു കളഞ്ഞതുകൊണ്ട് കാര്യമില്ലെന്നും ആ മനോഭാവത്തെയാണ് പിഴുതെറിയേണ്ടതെന്നും അമലേക്ക് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മരിക്കാൻ കൂട്ടാക്കാത്ത ഒന്നിനോട് നിങ്ങൾ എങ്ങനെ യുദ്ധം ചെയ്യും? ഇസ്രായേൽ നേരിട്ട വെല്ലുവിളിയും അതായിരുന്നു. അമലേക്ക് വെറുമൊരു ശത്രുവായിരുന്നില്ല, വീണ്ടും പൊന്തി വരുന്ന ഒരു ശാപമായിരുന്നു. ശൗൽ പരാജയപ്പെട്ടെടുത്ത് ദാവീദ് ദൗത്യം ഏറ്റെടുത്തു. സിക്ലാഗ് കത്തിച്ച് ചാമ്പലായപ്പോൾ ദാവീദ് തളർന്നുപോയില്ല. അവൻ അവരെ പിന്തുടർന്നു. പക്ഷെ എന്നിട്ടും ചിലർ രക്ഷപ്പെട്ടു. എന്തുകൊണ്ട് അവരെ പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിയുന്നില്ല? കാരണം അമലേക്കൊരു ആശയമാണ്, ദൈവഹിതത്തിനെതിരെയുള്ള കലാപത്തിന്റെ ആത്മാവ്. മനുഷ്യരെ കൊല്ലാം, പക്ഷേ ആശയങ്ങൾ നിലനിൽക്കും. പിൻകാലത്ത് ജ്ഞാനികൾ പഠിപ്പിച്ചത് അമലേക്ക് ഓരോ മനുഷ്യന്റെ ഉള്ളിലുണ്ടെന്നാണ്. സംശയിക്കുന്ന, വിശ്വാസത്തെ തകർക്കുന്ന, ലക്ഷ്യബോധം ഇല്ലാതാക്കുന്ന നമ്മളിലെ തന്നെ ഒരു വശം. അതുകൊണ്ടാണ് തോറ പറയുന്നത്, അമലേക്കിനെ ഓർക്കുക, യുദ്ധം പുറത്തുള്ള ശത്രുവിനോട് മാത്രമല്ല ഉള്ളിലെ ഇരുട്ടിനോടും കൂടിയാണ്. സത്യത്തെ നിഷേധിക്കുകയും ദൈവക്രമത്തെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾ ഏത് കാലഘട്ടത്തായാലും അത് അമലേക്കിന്റെ ആത്മാവുണ്ട്. അത് തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അമലേക്ക് ഇന്ന് വെറുമൊരു ഓർമ്മയല്ല, അതൊരു മുന്നറിയിപ്പാണ്. തിന്മ അതിന്റെ ആളുകളോടൊപ്പം മരിക്കില്ല എന്ന മുന്നറിയിപ്പ്. അത് പുതിയ രൂപങ്ങൾ പ്രാപിക്കും, പുതിയ ശബ്ദങ്ങൾ കണ്ടെത്തും. നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അത് തിരിച്ചു വരും. അതുകൊണ്ട് ഈ ഓർമ്മപ്പെടുത്തൽ വെറും ഒരു ആചാരമല്ല, അതൊരു ജാഗ്രതയാണ്. മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം അമലേക്കിന്റെ ആത്മാവ് വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കും. അത് ജയിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.